ഹായ് ഹലോ ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കിടിലൻ രുചിയിൽ നമുക്കിന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചക്കപ്പുഴുക്കും മുളക് ചമ്മന്തിയൊക്കെ എല്ലാവരുടെയും ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ചക്ക എടുത്ത് അത് രണ്ടായിട്ട് മുറിച്ച് അതിനുള്ളിൽ ചക്കച്ചോളയെല്ലാം നമുക്കൊന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചക്കച്ചോള എല്ലാം അടത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തെ കുരുവും പുറമേയുള്ള ചകിണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കച്ചോളയെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 4-5 കഷ്ണം വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളക്, ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് 1-2 കുരുമുളകും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന അരപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കമുളക് വറുത്തോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു 8-10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് കളറൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ. അതെല്ലാം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമ്മൾ ആ മുളക് തന്നെ വറുത്ത എണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കുഞ്ഞു മത്തി കൂടി ഇരിപ്പുണ്ട്, അതുകൂടി ഒന്ന് ഇതിൻ്റെ കൂടെ വറുത്തെടുക്കാം. അതിനായിട്ടുള്ള മസാല തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് കുറച്ച് ഓയിൽ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് തയ്യാറാക്കിയ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മത്തി ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കും മത്തി വറുത്തതും മുളക് ചമ്മന്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.